ഈശോയെ, നിന്റെ മുന്നിലിരിക്കുന്ന ഓരോ നിമിഷവും നീയാകുന്ന വീഞ്ഞ് എന്നിൽ നിറയാനും ഈശോ നീയാകുന്ന ലഹരിയിൽ ജീവിക്കുവാനും അതിയായി ആഗ്രഹിക്കുന്നു. ഈശോയെ, നിന്റെ നല്ലൊരു തോൽക്കുടമാകാൻ എന്നെ നീ ഒരുക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 പറയുന്ന പോലെ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ കൃപകളും അനുഗ്രഹങ്ങളുമായി നാം ആകുന്ന തോൽക്കുടം നിറയ്ക്കാൻ ഈശോ കാത്തിരിക്കുന്നു. എന്നാൽ നീയും ഞാനുമാകുന്ന തോൽക്കുടം ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാണോ? നാം ആകുന്ന തോൽക്കുടത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈശോയുടെ പുതിയ വീഞ്ഞ് പുതിയ അനുഗ്രഹമാണ്. ഞാനാകുന്ന തോൽക്കുടം ചിലപ്പോൾ കീറിയിരിക്കും, പൊട്ടിയിരിക്കും, ചളുങ്ങിയിരിക്കും. ആ പൊട്ടിയതിനെ, കീറിയതിനെ, ചളുങ്ങിയതിനെ പുതിയതെന്ന് വിളിക്കൂ. മുന്തിരി പാകമായി കഴിയുമ്പോൾ ഒഴിച്ചു വയ്ക്കാൻ മൃഗത്തിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ തോൽക്കുടമാണ് ഉപയോഗിക്കുന്നത്. കുറേ മൃഗങ്ങളെ കൊന്ന് തോലെടുക്കുന്ന കാര്യം എപ്പോഴും നടക്കുകയുമില്ല. കർഷകൻ ചെയ്യുന്നത് പഴയ തോൽക്കുടത്തിനെ വെള്ളത്തിലിടും, വലിച്ചു നീട്ടി നീട്ടി ഷേപ്പുള്ള തോൽക്കുടമാക്കും. പിന്നീട് അതിനെ സൂര്യപ്രകാശത്തിന് കീഴിൽ വയ്ക്കും. നന്നായി ഉണങ്ങിയ തോൽക്കുടത്തിൽ ഒലിവെണ്ണ പുരട്ടും. കർഷകൻ ചെയ്യുന്ന പോലെ നമ്മെ വചനമാകുന്ന വെള്ളത്തിലിട്ട് ധ്യാനിക്കുമ്പോൾ എന്നിലെ ഷേപ്പ് നഷ്ടപ്പെട്ടത് എവിടെയെന്നറിയുമ്പോൾ എണ്ണി എണ്ണി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റവും നല്ലൊരു കുമ്പസാരം സ്വീകരിക്കുവാനും വൈദികൻ്റെ പാപമോചനം സ്വീകരിക്കുമ്പോൾ ആത്മാവിനെ നല്ലൊരു ഷേപ്പ് ലഭിക്കുന്നു. പിന്നെ സ്വർഗത്തിൻ്റെ മുഴുവൻ കൃപകളും വർഷിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഈശോയെ സ്വീകരിക്കുന്ന ഞാൻ ഏറ്റവും പ്രകാശമാനമാവുകയും കാൽവരിയിലെ യാഗവേദിയിൽ എല്ലാം നിശബ്ദമായി സഹിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധ കുർബാനയിലും ജപമാലയിലും മുഴുകുമ്പോൾ ഈശോ കുരിശിൻ ചുവട്ടിൽ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എനിക്കും നിനക്കും സ്വന്തമായി തന്ന പരിശുദ്ധ അമ്മ നീയാകുന്ന ജീവിതത്തിൽ വന്നു നിറയും. പിന്നീട് കർഷകൻ ചെയ്യുന്ന പോലെ തോൽക്കുടത്തിൽ ഒലിവെണ്ണ പുരട്ടുന്നത് പോലെ മാമോദീസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ കത്തിജ്വലിപ്പിക്കാൻ സാധ്യമാകുന്നു. ഇതുപോലെ ഈശോയാകുന്ന പുതിയ വീഞ്ഞ് സ്വീകരിക്കാൻ ഷേപ്പ് നഷ്ടപ്പെട്ട തോൽക്കുടത്തെ ഷേപ്പുള്ളതാക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ.